നമസ്കാരം ഏവർക്കും. അമ്പലപ്പുഴ ചെമ്പകശ്ശേരിയിൽ നിന്നും ചമ്പക്കുളം മാപ്പിളശ്ശേരിയിലേക്കൊരു ജലയാത്ര. ചമ്പക്കുളത്ത് നടക്കുന്ന മൂലം ജലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ യാത്ര അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ തിരുമുമ്പിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഹാർപ്പോ ഹീറോ. അമ്പലപ്പുഴ തന്നിലെ പകനോ സാരഥിയായി അമ്പലപ്പുഴ തന്നിലെ പകനോ സാരഥിയായി വാസുദേവ ഭഗവാനെ വാസുദേവ ഭഗവാനെ വാസുദേവ ഭഗവാനെ കൈവാണങ്ങുണ്ടേ വാസുദേവ ഭഗവാനെ കൈവാണങ്ങുണ്ടേ വാസുദേവ ഭഗവാനെ കൈവാണങ്ങുണ്ടേ ചമ്പക്കുളം വള്ളംകളി ചമ്പക്കുളം വള്ളംകളി അങ്ങനെ അമ്പലപ്പുഴ സംഘം ഇപ്പോൾ മൂലം വള്ളംകളിക്ക് വേണ്ടി മാപ്പിളശ്ശേരിയിലേക്കും ചമ്പക്കുളത്തേക്കും പുറപ്പെടുന്നു. ശരി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ചമ്പക്കുളം മൂലം വള്ളംകളി നടത്തപ്പെടുന്നത്. അമ്പലപ്പുഴ സംഘം ചമ്പക്കുളത്തെത്തി മൂലക്കാഴ്ച സമർപ്പിച്ചതിന് ശേഷം ഭദ്രദീപം കൊളുത്തിയതിന് ശേഷം മാത്രമേ വള്ളംകളി ആരംഭിക്കുകയുള്ളൂ. കളിവള്ളത്തിൽ കുറിച്ചിയിൽ നിന്നും അമ്പലപ്പുഴയ്ക്ക് വിഗ്രഹവുമായി എത്തിയ സംഘം ചമ്പക്കുളം വലിയ മഠം ക്ഷേത്രത്തിൽ ഇറക്കി പൂജ നടത്തിയെന്നാണ് ഐതിഹ്യം. ഇതേസമയം മാപ്പിളശ്ശേരി കുടുംബക്കാരണവർ സംഘത്തിന് ചായ സൽക്കാരം നടത്തി. ഈ സ്മരണ നിലനിർത്താനാണ് മൂലക്കാഴ്ചയുമായി സംഘത്തിൻ്റെ യാത്ര. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം, വിവിധ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ, ഉപദേശക സമിതി അംഗങ്ങൾ, ഭക്തജന കൂട്ടായ്മ, ഇവിടുത്തെ കൊയ്പ്പള്ളി കാരായ്മയിലെ ആൾക്കാർ, ഉടമസ്ഥർ, ഭട്ടതിരി തുടങ്ങിയവർ ഈ സംഘത്തിൽ അണിചേരുന്നതാണ്. അമ്പലപ്പുഴ സംഘം ഇപ്പോൾ കരുമാടിയുടെ ബോട്ട് ജെട്ടിയിൽ നിന്നും കരുമാടി തോട് വഴി പുറപ്പെടുകയാണ്. നയനമനോഹരമായ ഈ തോടിലൂടെ, ഈ ഇടത്തോടിലൂടെയാണ് ഇപ്പോൾ അമ്പലപ്പുഴ സംഘം പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓണക്കാലത്തിൻ്റെ വരവറിയിച്ചും ഓളപ്പരപ്പുകളെ ആർപ്പുവിളി മേളങ്ങളാൽ മുഖരിതമാക്കിയും കേരളത്തിൻ്റെ വള്ളംകളി മേളങ്ങൾക്ക് തുടക്കമിടുന്നതാണ് കുട്ടനാട്ടിലെ ചമ്പക്കുളം വള്ളംകളി. മിഥുനമാസത്തിലെ മൂലം നാളിൽ പമ്പാ നദിയുടെ കൈവഴിയായ ചമ്പക്കുളത്താറ്റിലാണ് ഈ സീസണിലെ ആദ്യത്തെ വള്ളംകളിയായ ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുക. ആദ്യകാലത്ത് മൂലക്കാഴ്ച എന്നാണ് ഈ വള്ളംകളിക്ക് അറിയപ്പെട്ടിരുന്നത്. മറ്റ് ജലമേളകളിൽ നിന്നും വ്യത്യസ്തമായി ഏകദേശം 400ഓളം വർഷം പഴക്കമുണ്ട് ഈ ജലമേളയ്ക്ക് എന്ന് കരുതപ്പെടുന്നു. ഐതിഹ്യപരമായും മറ്റും ഭക്തിസാന്ദ്രവുമായ ഒരു നയന മനോഹരമായ കാഴ്ചയാണ് ഈ ചമ്പക്കുളം മൂലം വള്ളംകളി. ഈ കരുമാടിത്തോടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വളരെ മനോഹരമായ സ്ഥലങ്ങൾ നമുക്ക് ഈ യാത്രയിലൂടെ കാണാൻ പറ്റും. ഈ കരുമാടിത്തോട് ചെന്ന് ചേരുന്നത് പൂക്കൈത ആറ് എന്ന സ്ഥലത്താണ്. പൂക്കൈത ആറ് പമ്പാ നദിയുടെ ഒരു കൈവഴിയാണ്. 100,000 കൈവഴികൾ ചേർന്നതാണ് പമ്പാ നദി എന്നറിയപ്പെടുന്നത്. ഈ പൂക്കൈത ആറിലൂടെ കുറേ ദൂരം കൂടെ സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് പമ്പാ നദിയിലും ചമ്പക്കുളത്തേക്കുമൊക്കെ എത്തിച്ചേരാൻ.
വള്ളംകളിയും ആർപ്പുവിളികളും നിറഞ്ഞ നയന മനോഹരമായ ജലാശയങ്ങളും തോടുകളും നിറഞ്ഞ ഈ കുട്ടനാടിൻ്റെ ഈ മനോഹരമായ ചാരുതയാർന്ന ഈ പ്രദേശത്തുകൂടെ യാത്ര ചെയ്യുന്ന ഏവർക്കും തന്നെ ഭക്തിയും സന്തോഷവും ലഭിക്കുന്ന തരത്തിലാണ് ഇവിടെ ഈ യാത്ര ആരംഭിച്ചതും തുടങ്ങിയതും ഇനി യാത്ര ചെയ്യാനും തിരിച്ചു വരുന്നതുമൊക്കെ. ഇപ്പോൾ ഈ കാണുന്ന പാലം തകഴി പടഹാരത്തെയും വൈശം ഭാഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പാലമാണ്. ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഇതിനടിയിലൂടെയാണ് ഈ പൂക്കൈതയാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പൂക്കൈതയാറിൻ്റെ നടുവിലൂടെ ഈ യാത്ര നടത്തിയിട്ട് കുറേ സമയമായിരിക്കുന്നു. ഇനി പമ്പ നദിയിലേക്ക് കൈവഴിയിലേക്കുള്ള പ്രവേശനമാണ്. അമ്പലപ്പുഴ ക്ഷേത്രപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളിലെ ഓർമ്മ പുതുക്കലാണ് ഈ വള്ളംകളി. അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച വിഗ്രഹപ്രതിഷ്ഠ സമയത്ത് അശുദ്ധമാണെന്ന് കണ്ടെത്തുകയും ചെമ്പകശ്ശേരി രാജാവ് മറ്റൊരു വിഗ്രഹം പെട്ടെന്ന് കണ്ടെത്താൻ മന്ത്രി പാറയിൽ മേനോനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കുറിച്ചി കരിങ്കുളം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ലക്ഷണമൊത്ത വിഗ്രഹമുണ്ടെന്ന് മന്ത്രി കണ്ടെത്തി. കുറിച്ചി വലിയ മഠം കുടുംബക്കാരുടേതാണ് ക്ഷേത്രം. അവരുടെ സമ്മതത്തോടെ വിഗ്രഹം ഏറ്റെടുത്ത് മന്ത്രി മേനോനും സംഘവും വള്ളത്തിൽ യാത്ര തിരിച്ചു. നേരം ഇരുട്ടിയാൽ കൊള്ളക്കാരുടെ ശല്യം വരുമെന്നും അതൊഴിവാക്കാൻ വഴിയിൽ ചമ്പക്കുളത്ത് കോയിക്കരി എന്ന വീട്ടുപേരുള്ള മാപ്പിളശ്ശേരി കുടുംബത്തിൽ ഇറക്കി വയ്ക്കണമെന്നും ചെമ്പകശ്ശേരി രാജാവിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു. അതനുസരിച്ച് വിഗ്രഹം അന്ന് രാത്രി മാപ്പിളശ്ശേരി ഇട്ടിത്തൊമ്മൻ്റെ വീട്ടിൽ ഇറക്കി വെച്ചു. ദൂതൻ വഴി ഈ കാര്യം ചെമ്പകശ്ശേരി രാജാവിനെ അറിയിച്ചു. പിറ്റേ ദിവസം മൂലനാളിൽ ചെമ്പകശ്ശേരി രാജാവ് പരിവാരങ്ങളും നാട്ടുകാരുമായി ഒട്ടേറെ വള്ളങ്ങളിലായി മാപ്പിളശ്ശേരി വീട്ടിലെത്തി. അവിടെ നിന്നും വിഗ്രഹം വാദ്യഘോഷങ്ങളോടെയും ആർപ്പ് വിളികളോടെയും അമ്പലപ്പുഴയിൽ എത്തിയ ശേഷം പ്രതിഷ്ഠ നടന്നു. ശ്രീകൃഷ്ണ വിഗ്രഹവും വഹിച്ച് മൂലം നാളിൽ ചെമ്പകശ്ശേരി രാജാവ് നടത്തിയ ആ ജലഘോഷയാത്രയെ അനുസ്മരിപ്പിച്ചിട്ടാണ് ചമ്പക്കുളം വള്ളംകളി നടക്കുക. രാജാവിൻ്റെ വരവിൽ ഓർമ്മയ്ക്കായി ഇന്നും അമ്പലപ്പുഴയിൽ നിന്നും പ്രത്യേക സംഘം ഇങ്ങനെ യാത്ര തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചമ്പക്കുളം വള്ളംകളി സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വള്ളംകളി പ്രമാണിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർ ആഹ്ലാദ തിമിർപ്പിലായി ഇവിടെ കാണാം. ചരിത്രപ്രസിദ്ധമായ മൂലം ജലോത്സവത്തിന്റെ പ്രാരംഭ നടപടികൾ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. വടത്തിൽ ക്ഷേത്രത്തിലും മാപ്പിളശ്ശേരി തറവാട്ടിലും തിരുവിതാംകൂർ ദേവസ്വം അധികാരികൾ നടത്തുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്ക് ശേഷം പതാക ഉയർത്തൽ കർമ്മമാണ് ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടർ ശ്രീ അലക്സ് വർഗീസ് IAS ആചാരങ്ങളുടെ ഭാഗമായി ചമ്പക്കുളം മഠം ക്ഷേത്രത്തിലേക്ക് ഇനി അമ്പലപ്പുഴ സംഘം എത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി അങ്ങോട്ട് പുറപ്പെടാൻ വഴിയിൽ തടസ്സമുള്ളത് കൊണ്ട് ബോട്ടിന് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നടന്നാണ് കരമാർഗം അമ്പലപ്പുഴ സംഘം മഠം ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ചമ്പക്കുളം മഠം ദേവീ ക്ഷേത്രത്തിൽ അമ്പലപ്പുഴ സംഘം എത്തി ആരാധന നടത്തുകയും പ്രത്യേക പൂജകൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇനി ഭട്ടതിരി രാജപ്രതിനിധിയായ അദ്ദേഹം ചില കൈമാറ്റങ്ങൾ ചടങ്ങുകൾ ഈ വള്ളംകളിക്ക് മുമ്പേ ഇവിടെ നടത്തുന്നുണ്ട്. അതും ഈ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാ വർഷവും ഇത്തരം ആചാരകർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം മാത്രമാണ് വള്ളംകളി ആരംഭിക്കുക. അതിനുവേണ്ടി തുടക്കമായി. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. എല്ലാവരെയും കൂടി പ്രതിനിധിയായിട്ടാണ് കൊടുക്കുന്നത്. ശ്രീരാമ ഹരേ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചമ്പക്കുളം വള്ളംകളിക്ക് ആധുനിക കാലത്ത് വഴിത്തിരിവുണ്ടായത് 1927 അക്കൊല്ലം തിരുവിതാംകൂർ ദിവാൻ M.E. വാട്സാണ് വള്ളംകളി ഉദ്ഘാടനം ചെയ്തത്. 1952 തിരുക്കൊച്ചി രാജപ്രമുഖനായിരിക്കെ ശ്രീ ചിത്രനാൾ മഹാരാജാവ് വള്ളംകളി കാണാനെത്തി. ഒന്നാം സ്ഥാനം നേടുന്ന ചുണ്ടൻ വള്ളത്തിന് അദ്ദേഹം രാജപ്രമുഖൻ ട്രോഫി ഏർപ്പെടുത്തി. അന്നു മുതൽ ചമ്പക്കുളം വള്ളംകളിക്ക് മത്സരം ഈ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയാണ്. അത് കാലാകാലങ്ങളായി
തുടർന്ന് വരുന്നു. ദയവായി ഇവിടുത്തെ പാസ് ഇല്ലാത്തവര് ഇതിനകത്ത് കയറരുത്. ബാക്കിയുള്ളവർ അവിടെ സീറ്റ് മാത്രമേ ക്രമീകരിച്ചിട്ടുള്ളൂ. ദയവായി ഇവിടെ നിൽക്കാൻ പുറയിലിരിക്കുന്നവർക്ക് കാണാനുള്ള അസൗകര്യം ഉണ്ടാക്കരുത്. ദയവായി പാസ് ഇല്ലാത്തവരാരും ഈ സ്റ്റേജിലേക്ക് പ്രവേശിക്കരുതെന്ന് അറിയിക്കുക. പുറയിലിരിക്കുന്ന മുഖ്യാതിഥികൾക്ക് അസൗകര്യമുണ്ടാക്കുന്ന രീതിയിൽ കാണികൾ ഈ വേദിയിൽ നിൽക്കരുത്. ദയവായി നമ്മുടെ വേദികളുടെ പരിമിതികളുടെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വളരെ ക്രമീകരിച്ചാണ് നമ്മുടെ ജില്ലയിലൂടെയാണ് ഈ പരിപാടികളെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് സംഘാടകരുടെ നിർദ്ദേശം സ്നേഹപൂർവ്വം അറിയിക്കണം, അറിയിക്കുക. മൂലക്കാഴ്ചയായിട്ട് കടന്നു വരുന്ന ബോട്ടിന് പറയാൻ പറ്റുന്ന ബോട്ട് കാണിച്ചു പോട്ടെ 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 ചേട്ടാ പോട്ടെ പോട്ടെ സ്പീഡ് ഓടിക്കട്ടെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികാരികള് ആചാരാനുഷ്ഠാനങ്ങളുമായി പവനികളിലൂടെ ഇപ്പോൾ മുമ്പോട്ട് അവര് തിരിച്ചെത്തിയതിനു ശേഷം വള്ളങ്ങൾ നടക്കുന്നത്. പോലീസ് അധികാരികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ മുൻവശത്ത് ബാരിക്കേഡിനുള്ളിൽ കിടക്കുന്ന ആ ചെറുവള്ളം അവിടെ നിന്ന് പമ്പയാറിൻ്റെ ഇരുകരകളിലും ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇന്ന് ഈ കാഴ്ച കാണും നയനമനോഹരമായ ഈ കാഴ്ച ആസ്വദിക്കാനും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ചമ്പക്കുളം പള്ളിയാണ്. ഈ പള്ളിക്കും ചുറ്റും നിരവധി ആളുകളാണ് ഇവിടെ ഈ വള്ളംകളിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. അത്യന്തം ആവേശതുരമായ ഈ വള്ളംകളി എല്ലാ വർഷവും ഈ പ്രദേശവാസികളും ദൂരെ നിന്നുള്ളവർ പോലും എത്തിച്ചേർന്ന് കാഴ്ചകൾ കാണുന്നു. അവരക്കാരനില്ലേ അമ്പലപ്പുഴ സംഘം ഇനി മാപ്പിളശ്ശേരി തറവാട്ടിലേക്ക് എത്തിച്ചേരുന്ന ചടങ്ങാണ്. ഈ കാണുന്നതാണ് മാപ്പിളശ്ശേരി തറവാട്. 11ഓളം കുടുംബാംഗങ്ങളുണ്ടായിരുന്ന ഇവരിപ്പോൾ വിദേശങ്ങളിലും പല രാജ്യങ്ങളിലുമാണ്. ചിലർ മാത്രമേ ബന്ധുക്കളായിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നുള്ളൂ. മാപ്പിളശ്ശേരി എന്ന് പറയുന്നത് അമ്പലപ്പുഴയിലെ ചെമ്പകശ്ശേരിയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം എത്ര വർഷമായിരിക്കുന്നു? 400 വർഷത്തിലേറെ പഴക്കമുള്ള ബന്ധം, ദൃഢമായ ബന്ധമാണ്. ജാതി മതഭേദങ്ങൾക്കുപരി വിവിധ മനുഷ്യ മനസ്സുകളിലെ ഒരു കൂട്ടായ്മയാണ് ഈ ബന്ധം. ചമ്പക്കുളത്തെ ഈ മാപ്പിളശ്ശേരി തറവാടിലെ നിലവറയിലാണ് 400 വർഷങ്ങൾക്ക് മുമ്പ് കുറിച്ചി കരിങ്കുളത്തുനിന്ന് കൊണ്ടുവന്ന ഇപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവാൻ നാരായണൻ്റെ കൃഷ്ണൻ്റെ വിഗ്രഹം ഇറക്കി വച്ചിരുന്ന ഈ സ്ഥലമാണ്. ഇവിടെയും ചില പ്രത്യേക പൂജകൾ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ മാതാവിൻ്റെ തിരുസ്വരൂപങ്ങളൊക്കെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെയും അമ്പലപ്പുഴ സംഘങ്ങൾ എത്തി വിളക്ക് കൊളുത്തുകയും അവിടെ ആചാരമര്യാദകൾ കാണിക്കുകയും കുടുംബ അംഗങ്ങളുമായി പരസ്പരം സംസാരിക്കുകയും സ്നേഹം പങ്കിടുകയുമൊക്കെ ചെയ്യുന്നു. ഈ കാണുന്നതാണ് ഇപ്പോൾ നിലവിൽ ഈ മാതാവിൻ്റെ സ്ഥാനത്തായിരുന്നു ഒരിക്കൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹമാണ് ഇവിടുത്തെ പ്രധാന കാരണവർ. മാപ്പിളശ്ശേരി തറവാട്ടിലെ പ്രധാന കാരണവരാണ് അദ്ദേഹം. SBI ബാങ്കിൽ നിന്ന് റിട്ടയർഡായതാണ്.
അതിനുശേഷം മാപ്പിളശ്ശേരി തറവാട്ടിലെ കാർമരനും സംഘവും എല്ലാം ചേർന്ന് അമ്പലപ്പുഴ സംഘത്തിന് ചായ സൽക്കാരം നടത്തുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ഒത്തിരി വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും അടുത്ത വർഷത്തേക്കുള്ള ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്തു. ദേവസ്വം ബോർഡ് അംഗം, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ, കൂട്ടായ്മകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഒപ്പം മാപ്പിളശ്ശേരി തറവാട്ടിലെ ചടങ്ങായ വഞ്ചിപ്പാട്ടും ആരംഭിച്ചു. കടവിൽ സ്വീകരിച്ചങ്ങനയിച്ച് മാപ്പിളശ്ശേരിക്കടവിൽ സ്വീകരിച്ചങ്ങനയിച്ച് മാപ്പിളശ്ശേരിക്കടവിൽ സ്വീകരിച്ചങ്ങനയിച്ച് നിലവറാധിപത്തിനെ തുടർന്ന് അമ്പലപ്പുഴ സംഘം യാത്ര പറഞ്ഞു പിരിഞ്ഞു. നീന്തലും പഠിക്കും, വെള്ളത്തിൽ പോയി അങ്ങനെയില്ല സ്കൂളിൽ. അല്ല വെളിച്ചപ്പാട് ആയാമ്പറമ്പ് വലിയ ദിവാഞ്ചി അല്ലേ? വലിയ ദിവാഞ്ചി 6 വള്ളങ്ങളേ ഉള്ളൂ. 6 ഏപ്രിൽ കൊണ്ടുവന്നു. എന്നാ കണ്ട ചുണ്ടൻ കണ്ട ഇപ്പൊ 6 വെള്ളമായില്ലേ? 6 ആയില്ലേ? നമുക്ക് പുറത്തൊന്നും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വല്ല അവിടെയൊക്കെ നിൽക്കാനേ പറ്റുള്ളൂ. പ്രധാനപ്പെട്ടവർ മാത്രം കയറും. ഇവന്മാർക്കൊന്നും പനിയും പിടിക്കത്തില്ല. ഒഴിച്ചിട്ടേക്ക് വാഹനം പോകാൻ ജനത്തിനൊക്കെ അവിടുന്ന് ഇങ്ങനെ കറക്കിക്കൊണ്ടു എന്നിട്ട് പമ്പയുടെ ഇരുകരകളിലും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടമാണിപ്പോഴും. മഴയെ അവഗണിച്ചും കാത്തിരിക്കുകയാണ് ഈ വള്ളംകളി കാണുവാൻ. ും
മിഥുനമാസം 8-ാം തീയതി 6 ജനരാജാക്കന്മാർ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അണിനിരന്ന് കളിക്കുകയാണ്. ദയവായി കാണികളുടെ ബോട്ട് ഈ ബോട്ടുകളൊന്നും ട്രാക്കിൽ പ്രവേശിക്കുന്ന മത്സരം ആരംഭിക്കുകയാണ്. ദയവായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുക. ഈ കാണുന്നതാണ് രാജപ്രമുഖൻ ട്രോഫി. ഇത് കരസ്ഥമാക്കാനുള്ള അതിവാശിയേറിയ വള്ളംകളിയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അമ്പലപ്പുഴ സംഘം എത്തി ഭദ്രദീപം കൊളുത്തിയതിനു ശേഷം മാത്രമേ വള്ളംകളി ആരംഭിക്കുകയുള്ളൂ. അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇത് പവലിയനാണ്. ഈ പവലിയനിൽ ദേവസ്വം ബോർഡ് മെമ്പറും മറ്റ് ആൾക്കാരും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഇപ്പോൾ വള്ളംകളി ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ആവേശത്തിൻ്റെ തീജ്വാലകൾ ഉയരുന്നത് കാണാം. തീരങ്ങളിൽ ആവേശമുയരുകയാണ്. വഞ്ചിപ്പാട്ടിന്റെ ഈ നദികളിൽ ചമ്പക്കുളം കൊച്ചൻ ഉന്നപ്പിടിപ്പിച്ച പൊന്നാനിനി തോണി ഇതാ ഈ പമ്പയാറിന് രോമാഞ്ച കഞ്ചുകമം അണിയിച്ചുകൊണ്ട് ഇതാ മയാപറമ്പ് ചെറുതലയെ ഇതാ വള്ളപ്പാടുകളുടെ വ്യത്യാസത്തില് പിന്തള്ളിക്കൊണ്ട് അതവങ്കായങ്ങൾ കുത്തിയെറിഞ്ഞ് ഇതാ കയറി വരികയാണ്. എന്തൊരു മനോഹരമായ ദൃശ്യം! അടിച്ചു കയറിവ മക്കളെ, അടിച്ചു കയറിവ. ഇതാണ് വള്ളംകളി. വള്ളംകളിയുടെ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ട് 89-ലെ വിജയം കൊയ്ത ചമ്പക്കുളത്തിന് 2014-ൽ പുത്തൻചുണ്ടൻ നീതിവേട്ടനിറങ്ങിയപ്പോൾ അന്ന് പച്ചത്തടിയിൽ നെഹ്റു ട്രോഫി UBC നേടിക്കൊടുത്ത ചമ്പക്കുളം ചുണ്ടൻ 2ാം ഹീറ്റ്സില് ഇതാ കടന്നു പോകുന്നു. തൊട്ടു പിന്നാലെ ചെറുതല കടന്നു പോകുന്നു. വള്ളപ്പാടുകളുടെ വ്യത്യാസമുണ്ടെങ്കിലും ജകളിയാണ്. ഇത് മിഥുന മാസമാണ്. മിഥുന മാസത്തിലെ 3-ാം നാളിലെ അമ്പലപ്പുഴ ചമ്പക്കുളം പള്ളി ഇടവക വികാരി അദ്ദേഹവും ഇപ്പോൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള വള്ളംകളി നൽകുന്നു. അതിനു വേണ്ടിയിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി ജലോത്സവ സമിതിയുടെ ജനറൽ കൺവീനറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവരെ വിടുന്നില്ല. ിലൂടെ അയാളും താണ്ടി 3-ാം ട്രാക്കിലൂടെ സെന്റ് ജോർജ് അങ്ങനെ 2 വള്ളങ്ങളിൽ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ഞ് പോരാട്ടം ശ്രമിച്ചുകൊണ്ട് അങ്ങനെ ജലോത്സവ പ്രേമികളുടെ സ്ഥിരനിരപ്പുകളിൽ ആവേശം വിളറിക്കൊണ്ട് ഊർജ്ജമായ മത്സരം കാട്ടുന്നുണ്ട് കടന്നു വരികയാണ്. എന്തൊരു പോരാട്ടമാണ്, എന്തൊരു വീരാണ്, എന്തൊരു വാശിയാണ്. 1, 2, 3 അയാളാണ് മുന്നിൽ, സെന്റ് ജോർജാണ് മുന്നിൽ. ഒട്ടും പറയാൻ പറ്റാറില്ല. എന്തൊരു മത്സരം, എന്തൊരു പോരാട്ടം, എന്തൊരു വാശി, എന്തൊരു വീര്. അങ്ങനെ ഇതാ വിൽസൺ പോയിന്റ് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 3-ാം ഭാഗ മത്സരത്തിൽ വിജയം സെന്റ് ജോർജ് തമ്മിലുള്ള 3-ാം ഭാഗ മത്സരവും കടന്നുപോയിരിക്കുകയാണ്. തുറന്നു നടക്കേണ്ടത് ബി ഗ്രേഡിന്റെ ചമ്പക്കുളം മൂലം വള്ളംകളി ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവം തന്നെയാണ്. ഈ അവസരത്തില് ഈ സാംസ്കാരിക സമ്മേളനത്തിന് വള്ളംകളി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അമ്പലപ്പുഴ സംഘം പുറപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം തിരിച്ചെത്തി ദീപാരാധനയ്ക്ക് മുമ്പ് അമ്പലപ്പുഴയിൽ എത്തിയാൽ മാത്രമേ ചടങ്ങുകൾ അവസാനിക്കുകയുള്ളൂ. ഇത് അടുത്ത വർഷത്തേക്ക് വേണ്ടുള്ള കാത്തിരിപ്പിനുള്ള ചടങ്ങാണ്. ഓം നമോ നാരായണ.